ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ NMMS എക്സാമിനേഷന് സോഷ്യൽ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ശരിക്കും മാപ്പിന്റെ ഭാഗം അഥവാ ഭൂപടങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു മാപ്പിന്റെ ഭാഗം ആണെങ്കിലോ വലിയ ഡീറ്റെയിൽ ചെയ്തിട്ട് കിടക്കുന്നവാ. അതുകൊണ്ട് തന്നെ ഇന്ന് അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളെ വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ മാപ്പിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അവ ഏതൊക്കെയാ തരം മക്കളെ? അവയാണ് നമ്മുടെ ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും എന്ന് പറയും. അഥവാ ഭൗതിക ഭൂപടം, സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാപ്പിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഫിസിക്കൽ മാപ്പ്, കൾച്ചറൽ മാപ്പ്, ഭൗതിക ഭൂപടം, സാംസ്കാരിക ഭൂപടം, ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം? അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നത് മക്കളെ, ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഭൗതിക ഭൂപടം എന്ന് പറയുന്ന സമയത്ത് അത് നാച്ചുറൽ ഫീച്ചേഴ്സ് അഥവാ പ്രകൃതിദത്തമായ കാര്യങ്ങളുള്ള വസ്തുവായിരിക്കും. ദാറ്റ് മീൻസ് ഉദാഹരണത്തിന് ഒരു പുഴ ആലോചിച്ച് നോക്കാം. ഒരു പുഴ എന്ന് പറയുന്ന ഒരു റിവർ എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയതാണോ? അല്ല, അത് ആരുണ്ടാക്കിയാണ്? നാച്ചുറൽ, പ്രകൃതി ഉണ്ടാക്കിയതാ. സോ നമ്മുടെ പുഴയുടെ മാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കടലിന്റെ മാപ്പ്, ഓഷ്യൻ മാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ മാപ്പ്, നമ്മുടെ ആകാശത്തിന്റെ ഒക്കെ ഭൂപടം ഒക്കെയാ, അതൊന്നും മക്കൾ മനുഷ്യൻ ഉണ്ടാക്കിയല്ലോ. സോ അങ്ങനെ നാച്ചുറൽ ഫീച്ചേഴ്സ് വരുന്ന, പ്രകൃതിദത്തമായ സവിശേഷതകൾ വരുന്ന എല്ലാ മാപ്പിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫിസിക്കൽ മാപ്പ്, ഭൗതിക ഭൂപടം എന്നാ പറയാൻ പറ്റും. അപ്പൊ കൾച്ചറൽ മാപ്പ് എന്തായിരിക്കും? അബ്സല്യൂട്ട്ലി നിങ്ങളുടെ മനസ്സിലുള്ള അതേ സെയിം വേർഡ് തന്നെയാണ്. അത് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ആണ്, അഥവാ മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യൻ ഉണ്ടാക്കിയ വസ്തുക്കളുടെ ഭൂപടങ്ങൾ. ഫോർ എക്സാമ്പിൾ മക്കൾ എന്നെ ആലോചിച്ച് നോക്കിയോ, മനുഷ്യൻ ഉണ്ടാക്കിയ വസ്തു എന്ന് പറഞ്ഞ സമയത്ത് റോഡ് മനുഷ്യൻ ഉണ്ടാക്കിയ, അഗ്രികൾച്ചർ കൃഷി മനുഷ്യൻ ഉണ്ടാക്കിയ, സ്കൂള് മനുഷ്യൻ ഉണ്ടാക്കിയ, അതിന്റെയൊക്കെ മാപ്പുകൾ. അപ്പൊ സിംപിളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യം നമുക്ക് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഫിസിക്കൽ മാപ്പ്, ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞാൽ അതാണ് നാച്ചുറൽ, പ്രകൃതി ഉണ്ടാക്കിയതായിരിക്കും. കൾച്ചർ മാപ്പ്, സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞ സമയത്ത് എന്താണ്? അത് മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമായിരിക്കും. ഇതിന് എക്സാമ്പിൾസുകൾ പഠിച്ചു വെക്കണം. കാരണം എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു മാപ്പ് തരും, എന്നിട്ട് അത് ഫിസിക്കൽ മാപ്പാണോ കൾച്ചറൽ മാപ്പാണോ എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാനാണ് നമ്മളോട് പറയാം. NMS ആണല്ലോ. അപ്പൊ അങ്ങനെ റെക്കഗ്നീഷൻ നമുക്ക് വളരെ കൺഫ്യൂഷൻ വരും. അതിൽ ഫസ്റ്റ് നമ്മൾ ഫിസിക്കൽ മാപ്പിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുമിച്ചിട്ട് അങ്ങോട്ട് പറയാം. ഫിസിക്കൽ മാപ്പിന് എക്സാമ്പിൾ ആണ് നോക്കുക, സോയിൽ മാപ്പ്, മണ്ണ് ഭൂപടം. മണ്ണ് മനുഷ്യൻ ഉണ്ടാക്കിയല്ല, നാച്ചുറൽ ഉണ്ടാക്കിയാണ്. ക്ലൈമറ്റ്, കാലാവസ്ഥാ ഭൂപടം. നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ് അഥവാ നൈസർഗിക സസ്യജാല ഭൂപടം. കേട്ടിട്ട് പേടിക്കണ്ട, ഇതാണ് മക്കള് ഫോറസ്റ്റ്. കാടുകളെ, വനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാച്ചുറൽ വെജിറ്റേഷൻ എന്തെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് കാടിന്റെ ഭൂപടം പറയുന്ന സമയത്ത് ഭൗതിക ഭൂപടമാണ്, അത് ഫിസിക്കൽ മാപ്പാണെന്ന് മനസ്സിലാക്കുക. ആസ്ട്രോണമിക്കൽ മാപ്പ്, ജ്യോതിശാസ്ത്ര ഭൂപടം. വെതർ മാപ്പ്, ദിനാവസ്ഥ ഭൂപടം. ഫിസിയോഗ്രഫി മാപ്പ്, അതുപോലെ തന്നെ ഭൂപ്രകൃതി ഭൂപടം. ഇവയെല്ലാം തന്നെ ഇതിന് എക്സാമ്പിളാണ്. അപ്പൊ കൾച്ചറൽ മാപ്പിനോ സാംസ്കാരിക ഭൂപടത്തിനോ? ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരുപാട് എക്സാമ്പിൾസുകൾ ഉണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ മാപ്പ്, രാഷ്ട്രീയ ഭൂപടം എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തികളൊക്കെ ഇല്ല മക്കളെ, രാജ്യങ്ങളുടെ എല്ലാം അതിർത്തികൾ വരുന്ന ഭൂപടം. ഈ അതിർത്തി എന്ന് പറയുന്നത് നാച്ചുറൽ ഉണ്ടാക്കിയാണോ? അല്ലല്ലോ, മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. സോ ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും നേപ്പാളും ഭൂട്ടാനും ഒക്കെ വരുന്ന മാപ്പ്. അഗ്രികൾച്ചർ മാപ്പ്, കാർഷിക ഭൂപടം, കൃഷി നമ്മൾ ഉണ്ടാക്കുന്നതാ. ഇൻഡസ്ട്രിയൽ മാപ്പ്, വ്യാവസായിക ഭൂപടം. മിലിറ്ററി മാപ്പ്, സൈനിക ഭൂപടം. ലാൻഡ് യൂസ് മാപ്പ്, ഭൂവിനിയോഗ ഭൂപടം. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മാപ്പ്, ചരിത്ര ഭൂപടം. അപ്പൊ ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? കൾച്ചറൽ മാപ്പിന് ഉദാഹരണമാണ്. അതുപോലെ മക്കളെ, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭൂപടത്തിലെ കളേഴ്സ്. ഇവിടുന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് NMSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. മക്കളെ, മാപ്പില് ഭൂപടത്തിൽ പല കളേഴ്സുകൾ ഉണ്ടായിരിക്കും. അത് ഓരോ കളറും ഓരോന്നിനെയാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അത് നമ്മുടെ മാപ്പിലെങ്ങാനും പച്ച കളർ കാണുക, ഗ്രീൻ കളർ കാണുകയാണെങ്കിൽ യു ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് ഇസ് എ നാച്ചുറൽ വെജിറ്റേഷൻ, നൈസർഗിക സസ്യജാലമാണ്. കാടുകള് അല്ലെങ്കിൽ പുൽക്കാടുകള് അങ്ങനത്തെ സ്ഥലത്തെ ആയിരിക്കും എന്ത് ചെയ്യുക? നമ്മള് പച്ച എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആലോചിക്കുക, പച്ച കാട് എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നാച്ചുറൽ വെജിറ്റേഷൻ, നൈസർഗിക സസ്യജാലങ്ങളായിരിക്കും. യെല്ലോ കളർ, മഞ്ഞ നിറത്തിലാണെങ്കിൽ ഫാം ലാൻഡ്, കൃഷി ഭൂപടങ്ങളാണ്. കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അത് യെല്ലോ, മഞ്ഞ നിറത്തിലായിരിക്കും ഉണ്ടായിരിക്കും. റെഡ് കളറിൽ പ്രധാനമായിട്ടും നമ്മൾ കാണാറുള്ളത് സെറ്റിൽമെന്റുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റെഡ് കളറിൽ ഇങ്ങനെ സ്ക്വയർ കാണാതിരിക്കാം, ഇങ്ങനെ സ്ക്വയർ ഇപ്പൊ ഷെയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്വയർ കാണാൻ, ഒരു ചതുരം കാണാൻ. ഇത് നമ്മൾ വീടുകളാണ്. സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ പാർപ്പിടങ്ങൾ, വീടുകളെയാണ്. അതേസമയം ഇങ്ങനെ ലൈനുകൾ, രണ്ട് ലൈനുകൾ ഇങ്ങനെ പോകുന്ന ലൈനുകളാണെങ്കിൽ, ചുവപ്പ് നിറത്തിലാണെങ്കിൽ അതെന്തായിരിക്കും? അത് റോഡുകളെയാണ് സൂചിപ്പിക്കാറുള്ളത്. റോഡുകളെ. ബ്ലാക്ക് ആണെങ്കിലോ കറുപ്പ് നിറത്തിലാണെങ്കിലോ അത് റെയിൽവേ ലൈൻ, നമ്മളെ റെയിൽവേ പാതകൾ. ലാറ്റിറ്റ്യൂഡ്, ലോങ്റ്റിറ്റ്യൂഡ്, അക്ഷാംശം, രേഖാംശം, ടെലിഫോൺ ലൈൻ, തീവണ്ടി, നമ്മൾ എന്ത് ചെയ്യുന്നു? ടെലിഫോൺ പാതകൾ. ഇവയൊക്കെയാണ് എന്തായാലും പ്രധാനമായിട്ടും ബ്ലാക്ക് നിറത്തിലുള്ളത്. ബ്ലൂ ആണെങ്കിലോ വാട്ടർ ബോഡീസ്, എല്ലാ ജലാശയങ്ങളും എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ നോക്കുക. ഇവിടെ നോക്കിക്കോ, ഇത് നമ്മൾ ട്യൂബല്ല, കുഴൽ കിണറുകൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഒരു ത്രികോണത്തിലാണ് ഉണ്ടാവാറുള്ളത്. അതേസമയം കിണറിനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക.
സിമ്പിൾസുകളൊക്കെ പഠിക്കാൻ കേട്ടോ. നമുക്കത് ഓരോരോ വീഡിയോകളായിട്ട് നമുക്ക് വരാനുണ്ട്. സിമ്പിൾസുകളൊക്കെ ഞാൻ പറഞ്ഞു തരാണ്ട്. അതുപോലെ തന്നെ നമ്മളെ പോണ്ട്, അതുപോലെ തന്നെ ഓഷ്യന്, റിവർ, ഇവയെല്ലാം നീല കളറാണ്. വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സാധനം ഉണ്ടോ അതെല്ലാം ബ്ലൂ ആയിരിക്കും, നീല നിറത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കാം. ബ്രൗൺ തവിട്ട് നിറത്തിലാണെങ്കിലോ റോക്ക് ഔട്ടർ ക്രോപ്സും അതുപോലെ തന്നെ സാൻഡ് ഡ്യൂൺസും ഹില്ലുകളും ഒക്കെയാണ്. പാറക്കൂട്ടങ്ങളും മൺകൂണകളും കുന്നുകളും ഒക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, ബ്രൗൺ കളറിൽ നമുക്ക് കാണാറുള്ളത്. എന്നാൽ ഇവിടെ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. മക്കളെ, ഇവിടെ മാച്ച് ദ ഫോളോയിങ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. മാച്ച് ദ ഫോളോയിങ് തരുന്ന സമയത്ത് നിങ്ങൾ ഈ ഓപ്ഷനുകൾ നോക്കിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ റോഡിന് നമ്മൾ ഏതാ നിറം പറഞ്ഞത്? റോഡിന് നിറം പറഞ്ഞത് ഏതായിരുന്നു മക്കളെ? റെഡ് നിറമാണ് റോഡിന് പറഞ്ഞത്. അപ്പൊ എ എന്ന് പറയുന്ന റെഡ് ഉള്ളത് ഏതൊക്കെ ഓപ്ഷൻസുകൾ നോക്കാം. അപ്പൊ അതാ ഇതിന് എ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. അതുപോലെ ഇതിന്റെ അല്ല, അതുപോലെ തന്നെ ഇതിന്റെ അല്ല. അപ്പൊ ഒന്നെങ്കിൽ എയോ അല്ലെങ്കിൽ ഡിയോ ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. റെയിൽവേ ബ്ലാക്ക് ആണ്. റെയിൽവേയുടെ ബ്ലാക്ക് ഇതല്ല, ഇത് ബ്ലൂ ആണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? ഡി ആണ്. ഇങ്ങനെ നമ്മൾ ഉത്തരം റെക്കഗ്നൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഏതൊക്കെ അല്ല എന്നുള്ളത് വേഗം കണ്ടെത്താൻ നമ്മളെ കൊണ്ട് പറ്റും. കാരണം തെറ്റിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ ശരി കണ്ടെത്തിനേക്കാളും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയ തെറ്റായിരിക്കും. സോ തെറ്റ് കണ്ടെത്തിയാൽ വേഗം ശരിയുള്ള നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ചുവടെ നൽകിയിട്ടുള്ള സവിശേഷത കറുപ്പ് നിറത്തിൽ ബ്ലാക്ക് കളറിൽ അല്ലാത്തത് ഏതാണ്? സോറി, ബ്ലാക്ക് കളറിൽ അല്ലാതെ ഭൂപടങ്ങൾ ചിത്രീകരിക്കുക. ബ്ലാക്ക് കളറിൽ എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ വെച്ചോക്കുക, അക്ഷാംശ രേഖാംശം ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് ബ്ലാക്ക് ആണ്, ടെലിഫോൺ ലൈനുകൾ ബ്ലാക്ക് ആണ്, അതുപോലെ തന്നെ റെയിൽവേ ലൈൻസുകൾ, റെയിൽവേ പാത്ത് ബ്ലാക്ക് ആണ്. റോഡ് ആണെങ്കിൽ ഏതായിരുന്നു? റോഡിന് നമ്മൾ പറഞ്ഞ റെഡ് ആണ്, ചുവപ്പാണ്. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? എ ആണ്. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ പ്രീവിയസ് ഇയേഴ്സിൽ വന്നാട്ടാ. ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങൾ സൂചീകരിക്കുന്നത്. കൃഷിയിടങ്ങൾ ഏതായിരുന്നു? മഞ്ഞ നിറത്തിൽ, യെല്ലോ കളറിലായിരുന്നു ഫാം ലാൻഡ്, അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടായിരുന്നത്. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ, വാട്ട് ആർ ദ കളേഴ്സ് യു ഷുഡ് സിമ്പിൾ ദ സെറ്റിൽമെന്റ്? വീടുകൾ, അതായത് വീടുകൾക്ക് നിറം ഏതാ പറഞ്ഞത്? വീടും റോഡും ഒരേ നിറമാണ് പറഞ്ഞത്, റെഡ് നിറമാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഈ ഭാഗത്തുനിന്ന് വരും. ഈ മാപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്ര മാത്രമല്ല, മാപ്പിന്റെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്ത് ലാർജ് സ്കെയിൽ മാപ്പ്, സ്മോൾ സ്കെയിൽ മാപ്പ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മാപ്പിന്റെ സ്കെയിൽ, ഭൂപടത്തിന്റെ തോത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പൊ മാപ്പിലെ ദൂരം ഇത്രയാണ്, ശരിക്കുള്ള ദൂരം എത്ര, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് വരാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിലെ സെഷൻസുകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആപ്പിൽ നമ്മുടെ ബ്രഹ്മോസ് ബാച്ച് ഉണ്ട്. ബ്രഹ്മോസ് ബാച്ച് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് മക്കൾക്ക് എല്ലാവർക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേഗം ജോയിൻ ചെയ്യാത്ത മക്കളെല്ലാം എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പ് എടുക്കുക, അതിൽ ബ്രഹ്മോസ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, NMS ക്ലാസ്സുകളെല്ലാം കിട്ടുന്നതാണ്. സോ അവിടെ വാടാ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഈ ഒരു വീഡിയോ സെറ്റ് ആയില്ലേ? മാപ്പിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ കിട്ടിയല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പയ്യെ 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 എന്ത് ചെയ്യാം, പഠിക്കാം. സോ ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ.